നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കൊട്ടിയൂർ പാൽച്ചുരം ആശ്രമം വളവിൽ ലോറി മറിഞ്ഞ് അപകടം. തണ്ണിമത്തൻ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ലോറിയിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കുകളേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം പൊൻകുന്നത്ത് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സാജൻ, ഭാര്യ അനീഷ എന്നിവരെയാണ് വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത്. ഇരിട്ടി ടൗണിൽ പാലത്തിനു സമീപം വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വർഷങ്ങളായി ഇരിട്ടി ടൗണിൽ താമസിച്ചിരുന്ന പീറ്ററിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാടിനെ നടുക്കിയ വാഹനാപകടം. അമിത വേഗതയിലെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരണം 4. അപകടം നെടുമങ്ങാട്. തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുവിലേക്ക് പോയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേരെ അങ്കമാലിയുടെയും ആലുവയുടെയും ഇടയിൽ കല്ലേറ്. പ്രതികളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം തുടരുകയാണ്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. 60 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ചു. ഇത് സംബന്ധിച്ച നിർണായക സ്ഥാനാർത്ഥി ചർച്ച നാളെ ഡൽഹിയിൽ നടക്കും. KPCC പട്ടിക AICക്ക് കൈമാറി. US-ൽ വിദ്യാർത്ഥികളുടെ പ്രാങ്കിനിടെ അപകടത്തിൽപ്പെട്ട അധ്യാപകന് ദാരുണാന്ത്യം. ഹൈസ്കൂൾ അധ്യാപകനായ ജേസൺ ഹ്യൂസ് ആണ് മരിച്ചത്. സംഭവത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. പോസ്കോ കേസിൽ അറസ്റ്റിലായ മോട്ടിവേഷൻ സ്പീക്കർ ഷാജുവിനെതിരെ വീണ്ടും പീഡന പരാതി. കോട്ടയം പാമ്പാടി സ്റ്റേഷനിലാണ് മറ്റൊരു പെൺകുട്ടി സമാനമായ പരാതി നൽകിയിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിന്റെ ടയർ പൊട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. പയ്യോളി ഇരുമ്പടത്തും ചാലിൽ ഓത്തുപുരയിൽ ഹനീഫയുടെ മകൻ മുഹമ്മദ് ബിലാലാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. സ്കൂട്ടറിൽ സഞ്ചരിച്ച സുഹൃത്തുക്കളായ ആദിൽ, അദ്നാൻ, യാസിൻ എന്നിവരെ പരിക്കുകളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറളം പുനരധിവാസ മേഖലയിൽ പട്ടികവർഗ കുടുംബങ്ങൾക്ക് കൈവശരേഖ വിതരണം പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നടുവനാട് സ്കൂട്ടിയും ഓട്ടോയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരി മരിച്ചു. തലച്ചങ്ങാട് സ്വദേശിനി ശിവസൂര്യയിൽ P രാജേഷ്, റിജിഷ ദമ്പതികളുടെ മകൾ ഇലാനയാണ് മരിച്ചത്. വർക്കലയിൽ വിദേശ വനിത സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ച് അപകടം. അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയി. ഫ്രാൻസ് സ്വദേശിനിയായ 63 വയസ്സുകാരി ക്രിസ്ത്യൻ എമിലിയയ്ക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തെലുങ്കാനയിലെ കാമാറെഡ്ഡി ജില്ലയിൽ 3 പെൺകുട്ടികളെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടികളുടെ അച്ഛൻ റിസർവോയറിലേക്ക് തള്ളിയിട്ട് കൊന്നതായാണ് സംശയം. 8, 7, 5 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത്. പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരം. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം ഉദയപേരൂരിൽ കായലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. ഉദയപേരൂർ ഫിഷർമെൻ കോളനിക്ക് സമീപം മൂത്താനിക്കാട് സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ കൂക്കി വിളിച്ച നഴ്സുമാർ. മാലപ്പറമ്പ് മാനാഞ്ചിറ റോഡ് ഉദ്ഘാടനം ചെയ്ത ശേഷം സംഘടിപ്പിച്ച റോഡ് ഷോ കളക്ടറേറ്റിനു മുന്നിലൂടെ പോകുമ്പോഴായിരുന്നു സമരം ചെയ്യുന്ന നഴ്സുമാർ കൂക്കി വിളിച്ചത്. കൊച്ചിയിൽ സിഗരറ്റ് നൽകാൻ വൈകിയതിന് കടയിലെ ജീവനക്കാരനെ മർദ്ദിച്ചു. വൈറ്റിലയിലെ കടയിലെത്തിയ 3 അംഗ സംഘമാണ് മർദ്ദിച്ചത്. പാലക്കാട് സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ്. ഭർത്താവ് മരിച്ച് 20ാം ദിവസം മറ്റൊരാളുമായി വിവാഹം. നാട്ടുകാരുടെ സംശയം ശരിയായി. ഭാര്യയോടൊപ്പം കാമുകനും കുടുങ്ങി. സംഭവം ബാംഗ്ലൂരുവിൽ. മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്ന മോഷ്ടാവിനെ ആത്മധൈര്യം കൊണ്ട് ഓടിച്ചുവിട്ട് വീട്ടമ്മ. നെടുമ്പ്രം അന്തിച്ചന്തയ്ക്ക് സമീപം മുക്കാട്ട് വീട്ടിൽ സഫിയ നൌഷാദിന്റെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷ്ടാവെത്തിയത്. ഉത്തരാഖണ്ഡിലെ വിനോദസഞ്ചാര കേന്ദ്രമായ നൈനിറ്റാളിൻ യുവതിക്ക് നേരെ ടാക്സി ഡ്രൈവറുടെ പീഡന ശ്രമം. ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഡൽഹി സ്വദേശിനിയായ 31കാരി ജീവൻ നിലനിർത്താൻ കൊടുങ്കാട്ടിൽ ഒളിച്ചിരുന്നത് ഒരു രാത്രി മുഴുവൻ. നീലഗിരി ഗുണ്ടല്ലൂർ ദേവർഷോലയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരിച്ചു. അയ്യപ്പൻ, ലിംഗരാജ്, രവി എന്നിവരാണ് മരിച്ചത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് 14,820 രൂപയും പവന് 1,440 രൂപ കുറഞ്ഞ് 1,18,560 രൂപയുമായി. വെള്ളിക്ക് 280 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം.
റബ്ബർ 210, ലോട്ട് 195, ഒട്ടുപാൽ 130, കുരുമുളക് 660, അടയ്ക്ക 390, കശുവണ്ടി 157, തേങ്ങ 47, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 120. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.